ഗുജറാത്തിലെ സൂറത്തിൽ 24-ാം തീയതി മുതൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന 39-കാരിയായ ശില്പ കൊല്ലപ്പെട്ടെന്ന് പോലീസ് കണ്ടെത്തി. സലാബത്പുരി എന്ന സ്ഥലത്തെ പഴയ കെട്ടിടത്തിനുള്ളിൽ മരപ്പെട്ടിക്കകത്ത് അഴുകിയ നിലയിൽ ശില്പയുടെ മൃതദേഹം കണ്ടെത്തി. മൃതശരീരത്തിന് മുകളിൽ സിമന്റിട്ട് നിറച്ചിരുന്നു. ഇരുപത്തിനാലാം തീയതിയാണ് സൂറത്ത് പോലീസിൽ ഡയറ്റീഷ്യൻ കൂടിയായ മകളെ കാണാനില്ലെന്ന് കാണിച്ച് ഛത്തീസ്ഗഡ് സ്വദേശിയായ അച്ഛൻ ഒരു പരാതി നൽകുന്നത്. ഇതിനു പിന്നാലെ പോലീസ് സാധാരണ മിസ്സിംഗ് കേസിന്റെ നടപടിക്രമങ്ങൾ ഓരോന്നായി പിന്തുടരുകയായിരുന്നു. ഏപ്രിൽ 21-ന് ശില്പയുടെ അച്ഛൻ പ്രദീപ് ഭായ് അവളെ ഒരുപാട് തവണ വിളിച്ചിട്ടും ഫോണിൽ കിട്ടിയില്ല. ആദ്യമൊക്കെ ഫോൺ റിംഗ് ചെയ്തു, പിന്നീട് ഫോൺ ഓഫായി. പ്രദീപ് ഭായ് ശില്പയുടെ ഭർത്താവ് വിശാൽ സാൽവിയെ വിളിച്ചു. അവളെ വീട്ടിൽ കാണുന്നില്ല, അന്വേഷിച്ചു നോക്കാമെന്നായിരുന്നു മറുപടി. പിന്നീട് ഒട്ടും വൈകാതെ ശില്പയുടെ അച്ഛൻ മകളെ കാണുന്നില്ല എന്നറിയിച്ച് സൂറത്ത് പോലീസിനെ സമീപിച്ചു. ശില്പയും വിശാൽ സാൽവിയും 13-കാരനായ മകനൊപ്പം സൂറത്തിലെ ഗോദാദര പ്രദേശത്താണ് താമസിച്ചിരുന്നത്. 15 വർഷം പിന്നിടുന്നു ഇരുവരും വിവാഹിതരായിട്ട്. ഡയറ്റീഷ്യൻ കൂടിയായ ശില്പ മറ്റെങ്ങോട്ടെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ടുണ്ടാകാം എന്നതടക്കമുള്ള സാധ്യതകൾ പോലീസ് ഒന്നൊന്നായി പരിശോധിച്ചു വരികയായിരുന്നു. ഇതിനിടെ ഭർത്താവ് വിശാൽ സാൽവിയെ വീട്ടിൽ നിന്ന് കാണാതായി. അന്വേഷണം ഒരു ഘട്ടം പിന്നിടുന്ന ഘട്ടത്തിൽ വിശാൽ ശില്പ ദമ്പതികളുടെ മകന് വീട്ടിൽ നിന്ന് ഒരു കുറിപ്പ് കിട്ടുന്നു. തനിക്കൊരു വലിയ തെറ്റുപറ്റി, ശില്പ ഇന്ന് ജീവനോടെ ഇല്ല എന്നാണ് കുറിപ്പിൽ എഴുതിയിരുന്നത്. കുട്ടി ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാട്സപ്പ് ചെയ്തു. പരിശോധനയിൽ കയ്യക്ഷരം വിശാലിന്റേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. 2 दिन पहले गुड़ादर थाने में एक मिसिंग दर्ज हुई थी, जिसका नाम है शिल्पा विशाल साल्वी, जिसकी उम्र 39 ईयर्स है. उसके हस्बैंड ही थाने में आके फरियाद दर्ज करवा गए थे कि उसकी वाइफ है जो पिछले 4 दिन से मिल नहीं रही है, और 4 दिन पहले वो खुद सलाबतपुरा थाने का जो मान दरवाजा है वहाँ पे उसको 2 व्हीलर पे छोड़ के गए हैं. काम के सिलसिले में वो वहाँ पे उसको छोड़ के गए थे. 4 दिन से उसकी वाइफ नहीं मिल रही थी, तो गुड़ादरा थाने में मिसिंग दाखिल हुआ था. വിശാലിനെയും കാണാനില്ലാത്തതുകൊണ്ട് പോലീസ് ഉടൻ വിശാലിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളുടെയും സ്വത്തുവകകളുടെയും എല്ലാം വിവരങ്ങൾ എടുത്തു. സലാബത്പുര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിശാലിന്റെ പേരിൽ ഒരു വലിയ കോമ്പൗണ്ട് ഉണ്ട്. അതിനുള്ളിൽ ഒരു പഴയ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. ശില്പയെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ടീം ഉടൻ ആ വീട്ടിലെത്തി. വീട് പൊളിച്ചകത്തു കയറി. വീടിനകത്ത് ഒരു മൂലയിലിരുന്ന മരപ്പെട്ടിയിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം. മരപ്പെട്ടി പൊളിച്ചതോടെ ശില്പ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമായി. പകുതിയോളം അഴുകിയ നിലയിൽ 39-കാരിയുടെ മൃതശരീരത്തിനു മുകളിൽ സിമന്റും നിറച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഏപ്രിൽ 20-നു തന്നെ ശില്പ കൊല്ലപ്പെട്ടെന്നും, എന്നാൽ ഛത്തീസ്ഗഡിലുള്ള ശില്പയുടെ അച്ഛന് സംശയം തോന്നി പോലീസിന് പരാതി നൽകാൻ 4 ദിവസം പിന്നിട്ടു എന്നും പോലീസ് അന്വേഷണം ആരംഭിച്ച് 4-ാം ദിവസത്തിനുള്ളിലാണ് ശില്പയുടെ മൃതശരീരം കണ്ടെത്താൻ കഴിഞ്ഞതെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കനാൻ ദേശായി സ്ഥിരീകരിച്ചു. उसका हस्बैंड ये चिट्ठी घर पे रख के ही भाग गया था, और उसका जो पुराना वाला घर है एक, वो मान दरवाजे सलाबतपुरा थाने में ही पड़ता है. वहाँ पे जाके जब पुलिस ने चेक किया तो वहाँ से एक डेड बॉडी बरामद हुई थी. वो उसकी वाइफ शिल्पा विशाल साल्वी की थी. शिल्पा के पेरेंट्स को बुला के अभी फरियाद दर्ज किया गया है सलाबतपुरा थाने में, और उसका हस्बैंड है वो मर्डर करके अभी भाग चुका है. FSL की टीम भी वहाँ पे स्थल पे मौजूद है, और आगे की हमारी इन्वेस्टिगेशन चालू है. ഭാര്യയ്ക്ക് മറ്റാരുമായോ ബന്ധമുള്ളതായി വിശാലിന് കടുത്ത സംശയമുണ്ടായിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള പല പ്രശ്നങ്ങളിലും വിശാലും ശില്പയും തമ്മിൽ കുറച്ചധികം ദിവസങ്ങളായി വലിയ പ്രശ്നങ്ങൾ നടന്നിരുന്നതായും പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി. എന്നാൽ വിശാൽ സാൽവി ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇയാളെ കണ്ടെത്താൻ വിവിധ ടീമുകളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തുകയാണ്. കൊലപാതകം നടത്തിയത് ഭാര്യയോടുള്ള സംശയം കൊണ്ടുതന്നെയാണോ? ശില്പയെ കൊന്ന് പെട്ടിക്കുള്ളിലാക്കി സിമന്റ് നിറയ്ക്കാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? മറ്റാരെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ തന്നെ പറയുന്നു. ശില്പയുടെ മൃതശരീരം വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിന്റെ റിസൾട്ടിന് കാത്തിരിക്കുകയാണ് പോലീസ്. വിശാൽ സാൽവിയെ കണ്ടെത്താൻ വ്യാപകമായ അന്വേഷണങ്ങളും തുടരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.